നമസ്കാരം. ഇന്ത്യയെ കാരണമില്ലാതെ ചൊറിഞ്ഞ് പണി വാങ്ങി കൂട്ടിയവരാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനെ പിന്തുണച്ച് ഇപ്പോൾ പണി ഓരോന്നോരോന്നായി വാങ്ങിച്ചു കൂട്ടിക്കെട്ടുകയാണ് തുർക്കി. ഒരു കാര്യം തുർക്കി ഓർക്കുക, എല്ലാവരോടും മുട്ടുന്നത് പോലെ ഇന്ത്യയോട് മുട്ടാമെന്ന് കരുതണ്ട. കാരണം ഇന്ത്യ ഭരിക്കുന്നത് അത്രയും കഴിവുറ്റ ഭരണാധികാരിയെ മോദിയാണ്. അതുകൊണ്ട് തന്നെ ആരുടെയും ഓലപ്പാമ്പ് കണ്ട് മാളത്തിൽ ഒളിക്കുന്നുണ്ട്. ഇന്ത്യയോട് കളിക്കാൻ വരുന്നവനെ കളി പഠിപ്പിക്കുക തന്നെ ചെയ്യും. പാകിസ്ഥാനെതിരായ സംഘർഷത്തിൽ ഇന്ത്യക്കെതിരെ നിന്ന തുർക്കിക്കും അസർബൈജാനും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഇന്ത്യ തുർക്കിക്കിട്ട് പണിതത് സാമ്പത്തികത്തിൽ തന്നെയാണ്. ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നായിരുന്നു തുർക്കി. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുർക്കി സ്വീകരിച്ച നിലപാട് അവർക്ക് തന്നെ വിനയായി മാറി. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന പഴഞ്ചൊല്ല് പോലെ തുർക്കിയുടെ അവസ്ഥയും. ഒന്നും ആലോചിക്കാതെ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞു പാകിസ്ഥാൻ പക്ഷം ചേർന്നപ്പോൾ തിരിച്ചടി ഇത്രയും ഭയാനകമാകുമെന്ന് ചിന്തിച്ചില്ല. എന്തായാലും ഇന്ത്യ പാക് സംഘർഷത്തിനു ശേഷം തുർക്കിയിലേക്കുള്ള ഇന്ത്യൻ സഞ്ചാരികളുടെ പോക്ക് കുത്തനെ ഇടിഞ്ഞു. കാരണം ഇന്ത്യയുടെ തുർക്കി ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു. അതാണ് തുർക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് ക്ഷീണം നൽകിയത്. തുർക്കിയിൽ നടക്കേണ്ടിയിരുന്ന നിരവധി ഇന്ത്യൻ കല്യാണങ്ങൾ ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം റദ്ദാക്കപ്പെട്ടു. തുർക്കിയുടെ ടൂറിസം വരുമാനത്തിൽ ഇന്ത്യൻ ആഡംബര വിവാഹങ്ങൾ വലിയ പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ തുർക്കി ബഹിഷ്കരണം എത്തിയതോടെ ആഡംബര വിവാഹങ്ങൾ റദ്ദാക്കിയപ്പോൾ അതും തുർക്കിയുടെ വരുമാനത്തിൽ കാര്യമായ നഷ്ടം തന്നെ വരുത്തിവെച്ചു. 2025 ഇതുവരെ തുർക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 85,000-ത്തിലധികം കുറവ് രേഖപ്പെടുത്തിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തുർക്കിയിലെ ടൂറിസ്റ്റ് സീസൺ ജൂൺ 1-നാണ് ആരംഭിക്കുക. തുർക്കി പത്രമായ അലന്യ പോസ്റ്റ്ലാസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2024-ൽ 3,30,000 ഇന്ത്യക്കാർ തുർക്കി സന്ദർശിച്ചിരുന്നു. ശരാശരി 1,30,000 രൂപയാണ് ഓരോ വിനോദസഞ്ചാരിയും ചിലവഴിച്ചത്. ഇന്ത്യൻ വിനോദസഞ്ചാരികളിൽ നിന്നായി തുർക്കിക്ക് മൊത്തം 42.9 ബില്യൺ രൂപ നേടിയെടുത്തു. ഏപ്രിലിനെ അപേക്ഷിച്ച് മെയ് മാസത്തിൽ ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണം ഏകദേശം 24% കുറഞ്ഞു. ഇന്ത്യ പാക് സംഘർഷത്തിലും പഹൽഗാം ഭീകരാക്രമണത്തിലും പാക് അനുകൂല നിലപാട് സ്വീകരിച്ചതാണ് തുർക്കിക്ക് വൻ തിരിച്ചടിയായത്. ശൈത്യകാലത്ത് മുൻകൂട്ടി നടത്തിയ റിസർവേഷനുകളെല്ലാം കൂട്ടത്തോടെ റദ്ദാക്കപ്പെടുന്ന അവസ്ഥയായി. ടൂറിസം മേഖല പ്രതിനിധികൾ ഈ സംഭവ വികാസങ്ങൾ താൽക്കാലികമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വിവാഹ ഡെസ്റ്റിനേഷനും തുർക്കിയായിരുന്നു. എന്നാൽ മേഖലയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടില്ല. പാകിസ്ഥാന് പുറമെ ചൈന, ജപ്പാൻ, തായ്വാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവുണ്ടെന്നാണ് തുർക്കി ടൂറിസത്തിന്റെ വാദം. ഇതുകൊണ്ടും തീർന്നില്ല. തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യയിൽ നിന്നും തുർക്കിയിലേക്കുള്ള കയറ്റുമതി മെയ്യിൽ കുറഞ്ഞതായും റിപ്പോർട്ട് പുറത്തുവന്നു. അതായത് ഇന്ത്യയിൽ നിന്നും തുർക്കിയിലേക്കുള്ള കയറ്റുമതി ഏപ്രിൽ $741 മില്യൺ ആയിരുന്നു. മെയ്യിൽ ഇത് $351.25 മില്യൺ ആയി താഴ്ന്നു. തുർക്കിയിൽ നിന്നും $184.71 മില്യൺ ആയും ഇടിഞ്ഞു. അതിനു കാരണം ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ബന്ധം മോശമായ അവസ്ഥ എന്ന് തന്നെയാണ്. ഡയറക്ടർ ജനറൽ ഓഫ് കൊമേഴ്സ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കു പ്രകാരം അസർബൈജാനിലുള്ള കയറ്റുമതി ഏപ്രിൽ 14 മില്യൺ ഡോളറിൽ നിന്നും $6.63 മില്യൺ ആയി താഴ്ന്നു. ഇറക്കുമതി $3 ലക്ഷം ആയി ഉയർന്നിട്ടുണ്ട്. തുർക്കിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന കയറ്റുമതി വാഹന ഘടകങ്ങൾ ഇരുമ്പ്, സ്റ്റീൽ, അലുമിനിയം ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിക്കൽ മെഷീനറികൾ എന്നിവയായിരുന്നു. തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് പ്രധാനമായും എത്തുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, സ്വർണം, രത്നക്കല്ലുകൾ, പഴങ്ങൾ എന്നിവയായിരുന്നു. എന്തായാലും ഇന്ത്യയോട് കളിച്ച തുർക്കിക്ക് കിട്ടിയത് നല്ല മുട്ടൻ പണി തന്നെയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച